ഗുരുവായൂരിൽ നടക്കുന്ന തദ്ദേശ ദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ അക്കാദമിക് സെഷന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു. MLA NK അക്ബർ അധ്യക്ഷനായിരുന്നു. മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് വിജ്ഞാന കേരളം എന്ന വിഷയത്തിൽ ഓൺലൈനായി സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു IAS, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫ് IAS, കേരള ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് BP മുരളി, കേരള ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻ MO ജോൺ, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് KM ഉഷ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് സ്വാഗതവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ MP അജിത് കുമാർ നന്ദിയും പറഞ്ഞു. മൂന്ന് കാറ്റഗറിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ അക്കാര്യത്തിൽ. ഒന്ന്, വളരെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. 100% ഡോർ ടു ഡോർ കളക്ഷനൊക്കെ കൈവരിച്ച് കവലകളും ടൗണുകളുമെല്ലാം മാലിന്യമുക്തമാക്കുന്നതിൽ 100% വിജയിച്ചിട്ടുള്ള കുറെ തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. പിന്നെ ശരാശരിയിൽ നിൽക്കുന്ന കുറച്ച് തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. ശരാശരിക്ക് താഴെ നിൽക്കുന്ന കുറച്ച് പേരുമുണ്ട് എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അവർ അവരുടെ നാട്ടിലെ ജനങ്ങളോട് സമാധാനം പറയേണ്ടി വരും. കാരണം കേരളമാകെ ഉണ്ടായ മാറ്റത്തിനൊപ്പം എന്തുകൊണ്ട് നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിൽ മാറ്റമുണ്ടായില്ല എന്ന ചോദ്യം ഇപ്പോൾ ഒരു പക്ഷെ നേരിടേണ്ടി വരില്ല. പക്ഷെ നാട്ടിലാകെ മാറ്റം ഉണ്ടാവുമ്പോൾ നേരിടും, താരതമ്യം വരും.